യൂണിവേഴ്സ് ഓഫ് Thailand. പട്ടായയുടെ നൈറ്റ് ഈസ് സ്റ്റിൽ യങ്. ഇപ്പോഴും രാത്രി കാലങ്ങൾ ഇവിടെ എപ്പോഴും സജീവമാണ്. അപ്പോൾ ഈ രാത്രിയുടെ വിശേഷങ്ങൾ, ഇവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാനായിട്ട് ഞാനിങ്ങനെ രാത്രി തന്നെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ സമയം എന്തായെന്നറിയോ? ഏകദേശം ഒരു 9 മണി 10 മണി സമയം കഴിഞ്ഞു. പക്ഷേ 10 മണിക്ക് ശേഷമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവ് ആകുന്നത്, എസ്പെഷ്യലി ചില ഏരിയാസിൽ. അപ്പോൾ 10 അല്ല, ഒരു 11 മണി അടുപ്പിച്ചായി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് നോക്കൂ, കുറേ ആൾക്കാരാണ്, ടൂറിസ്റ്റുകളും ഒക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗത്താണ്. ഇവിടെ വഴിയോര കച്ചവടമുണ്ട്. ഫുഡ് മാത്രമല്ല, ടെക്സ്റ്റൈൽസ്, ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊന്ന് നടന്ന് കാണാം. Emถ่ายหนังหน่อยเร็ว ถ่ายรูปหน่อยเร็ว เนี่ยไงก็ถ่ายอยู่เห็นไหมเนี่ยบอด ആൾക്കാരെല്ലാം ഇങ്ങനെ വളരെ സജീവമായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നു, ഇട്ട് നോക്കുന്നു. പിന്നെ ഡ്രസ് മെറ്റീരിയൽസ്, ഇവിടെ നല്ല ടോപ്സ്, പല പല കാര്യങ്ങൾ കിട്ടും. ഡ്രസ്സസ് എല്ലാം ഉണ്ട്. ഏതെല്ലാം തരം ഫാഷൻ കോസ്റ്റ്യൂംസ് വേണം ഒക്കെ ഇവിടെ തന്നെയുണ്ട്. വഴിയോരത്ത് തന്നെ കിട്ടും. ഒരു വലിയ ഷോപ്പിൽ തന്നെ പോകണമെന്നില്ല, അത്രയും ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇവിടുത്തെ വേസൈറ്റ് ഇതുപോലെയുള്ള കടകളിൽ കിട്ടും. സോ ഇതെല്ലാം നമുക്ക് ഭയങ്കര ലേറ്റസ്റ്റ് ഫാഷൻസാണ് കാണുന്നതെല്ലാം. അതിൻ്റെ എല്ലാ കളേഴ്സ്, ബ്ലാക്ക് ആൻഡ് റെഡ്, എനിക്കറിയില്ല. ഇവിടെ ഫാഷൻ്റെ ഒരു സെൻറ്ററാണെന്ന് തന്നെ പറയാം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളാണെങ്കിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ലേഡീസ് ആണെങ്കിലും വെൽ ഡ്രസ്ഡ്, ലേറ്റസ്റ്റ് ഫാഷനബിളായിട്ടാണ് നടക്കുന്നത്. ആയിട്ടുള്ള വേഷവിധാനങ്ങളും ആക്സസറീസും എല്ലാം കിട്ടുന്ന ഈ ഏരിയയിൽ ഫുഡ് ജോയിൻസും ഉണ്ട്. നല്ല നല്ല ലോക്കൽ ഫുഡ്, ഇവരുടെ ഒത്തൻറ്റിക് തായ് ഡിഷസ് എല്ലാം കിട്ടുന്ന സ്ഥലം. ഇത് നൂഡിൽ സൂപ്പ് വിത്ത് ഫിഷ് ബോൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ കടകളിൽ കൂടുതലായിട്ടും കാണുന്നത്. സ്ത്രീകളാണ് ഇവരുടെ കച്ചവടം നടത്തുന്നത്. പിന്നെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇഷ്ടം പോലെ ഇതെല്ലാം തലയിൽ വയ്ക്കുന്ന സാധനങ്ങളാണ്. ക്ലിപ്സ്, ഭയങ്കര രസമാണ്. ഒരു ഹവായിയൻ സ്റ്റൈലാണ്, എല്ലാം നല്ല ഫ്ലോറൽ. ചെറിയ ക്യൂറിയോ സാധനങ്ങൾ, ചെറിയ കാര്യങ്ങളെല്ലാം ചീപ്പ് റേറ്റ്സിന് കിട്ടുന്ന ഏരിയയാണ് ഇതെല്ലാം. ഒരു സൈഡിൽ ഫുഡ് സ്റ്റോൾസും ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഇതെല്ലാം ഇങ്ങനെ ഉന്ത് വണ്ടികളിലാണ് ധാരാളം ഫുഡ് സ്റ്റോൾസ് ഉള്ളത്. ഒറിജിനൽ തായ് ഫുഡ് ഐറ്റംസൊക്കെയാണ്. ചെറിയ മഷ്റൂംസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇലകൾ പലതരം, ഇതിൻ്റെയൊക്കെ ഒരു മിക്സിങ് ആൻഡ് മേക്കിംഗ് ആണ്. ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വേവിച്ച് സ്റ്റോക്കോട് കൂടി വെച്ചിട്ടുണ്ട്. അതാണ് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല ചെറിയ മഷ്റൂംസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വൈറ്റ് ചെറിയ മഷ്റൂംസ്. ഇത് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് കളറുള്ള മഷ്റൂം. ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് മഷ്റൂം. ഇത് ചിക്കൻ്റെ കുറേ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെച്ചിട്ട് പല പല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൂപ്സ്, ഡിഷസ് എല്ലാം ഇങ്ങനെ ഒരു വാട്ടർ ബേസ്, ഒരു സൂപ്പിൻ്റെ ബേസിലാണ് ഇവിടെ പല വിഭവങ്ങളും തയ്യാറാക്കി കൊടുക്കുന്നത്. മീറ്റും കുറേ ഇലകളും പിന്നെ ഇങ്ങനെ കുറേ മഷ്റൂംസും പിന്നെ ഒരു സ്റ്റോക്കും അതിൻ്റെ കൂടെ കുറേ ഇലയൊക്കെ അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി. ഇത് മറ്റൊരു ഷോപ്പ്. ഇവിടെ കുറച്ച് മെഡിസിനൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ ഒറ്റമൂലി കാര്യങ്ങൾ, ബാംസ്, വേദന മാറാനുള്ള കാര്യങ്ങൾ, കോക്കനട്ട് ഓയിൽ വേറെ ഡിഫറെൻറ്റ് പാക്കിങ്ങിലാണ് ഇവിടെ. ഇത് കണ്ടോ, ഇതെന്തൊക്കെയാ? ചക്കയുടെ ഡീഹൈഡ്രേറ്റഡ്, നമ്മുടെ ജാക്ക് ഫ്രൂട്ട് പഴുത്തത് ഉണക്കിയത്. ഇവിടെ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ്
മാംഗോ ക്യാൻഡി, മാംഗോ ഫ്ലേവേർഡ് സോഫ്റ്റ് ചൂയി ക്യാൻഡി കൊള്ളാമല്ലോ. ക്യാൻഡീസ് പല ഫ്ലേവേഴ്സ്, ഡ്യൂറിയൻ ഫ്ലേവറിലുള്ള ക്യാൻഡി വരെ ഉണ്ട്. ഡ്യൂറിയൻ നമുക്ക് പറ്റിയ ഫ്ലേവറേ അല്ല, പക്ഷെ ഇവിടുത്തുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണമാണ് ഡ്യൂറിയൻ ഫ്ലേവേർഡായിട്ട് ഐസ്ക്രീംസ് ഉണ്ട്, ക്യാൻഡീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് മാംഗോ, നമുക്ക് പറ്റിയത് മാംഗോ ആണ്, വേണമെങ്കിൽ വാങ്ങാം. അലോവേറയുടെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനത്തെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബാം മസാജ് ക്രീമാണേ. ഇവിടെ എല്ലാം മസാജ് ക്രീംസ് ധാരാളം കിട്ടും. കാര്യം ഭയങ്കര മസാജ് സെൻറ്റർ ധാരാളമുള്ള സ്ഥലമല്ലേ, അപ്പോൾ അത് കാരണം പല ടൈപ്പ് ഓഫ് മസാജ് ക്രീംസാണ് ബോഡിക്ക് സൗന്ദര്യം കൂട്ടുന്നതും വേദന മാറ്റുന്നതും അങ്ങനെ നല്ല മണം കിട്ടുന്ന അറോമാറ്റിക് ഓയിൽ, അറോമ ഓയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ കടകളും ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഷോപ്പാണ്. ഒത്തിരി ബാംസും ക്രീംസും ഒക്കെ കിട്ടുന്ന കാര്യമാണ്. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാം. ദേ നല്ല മാങ്ങയുടെ മണമുള്ള സൂപ്പ്. സി ഇത് ശരിക്കും പറഞ്ഞാൽ ഹേർബൽ സൂപ്പാണ്, മാംഗോ ഫ്ലേവേർഡ്. ശരിക്കും ഒരു മാമ്പഴത്തിനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ മോഡലിൽ മാംഗോ ഫ്ലേവർ. ഇങ്ങനെ എല്ലാ ഫ്ലേവേഴ്സും ഉണ്ട്. നല്ല ശരിക്കും പഴുത്ത മാങ്ങ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന പോലെ തോന്നി ഈ സൂപ്പ് കണ്ടാൽ. ഇത് വേറെ ഫ്ലേവറ്. ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ സൂപ്പുകളാണ്. ഇത് നല്ലൊരു ഫ്ലോറൽ മണം, ബ്യൂട്ടിഫുൾ മണം, രസകരമാണ്. ഇതെന്തുവാ? ഇത് പഴം, ഇത് സോപ്പാണേ, നല്ല പഴത്തിൻ്റെ മണം. ഇതൊക്കെ വാങ്ങണ്ടേ? ഇതൊക്കെ ശരിക്കും വാങ്ങാൻ പറ്റിയ കാര്യങ്ങളാണ്, നമുക്ക് വേറെ എവിടെയും കിട്ടാത്ത കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകേണ്ടത്. അപ്പം മാമ്പഴത്തിൻ്റെ സൂപ്പ്, പഴം സൂപ്പ്, പിന്നെന്താ ഇനി എന്താണ് ഇവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സിൻ്റെ എല്ലാം. ഇവിടുത്തെ ഒരു ഫ്രൂട്ടാണ്, ഒരു റോസിൻ്റെ ഒരു മണമാണ് വരുന്നത്, റോസ് ഫ്രൂട്ട്. പിന്നെന്താ ഇവിടെ കാണുന്ന വേറൊരു ഫ്രൂട്ട്, അഗൈൻ വേറൊരു മണം. അയ്യോ, ഇത് ഡ്യൂറിയൻ അല്ലേ? ഡ്യൂറിയൻ ആണെങ്കിൽ എനിക്കത്ര ഇഷ്ടമല്ല, പക്ഷെ ഭയങ്കര ഡെലിക്കസി കേട്ടോ. ഡ്യൂറിയൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ജീവനാണ് ഇവിടുത്തുകാർക്ക്. പിന്നെന്താ ഇതെന്താ? ലെമൺ ഫ്ലേവേർഡ്, നോക്കൂ, നാരങ്ങ, സിട്രസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സിട്രസ് ആണ്, ഇങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ ഇതെന്താണ്? അയ്യോ സൺ ഡാലിയ, നല്ലൊരു മണം. ഇതെല്ലാം എന്തായാലും വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്തരം സോപ്സ് നമുക്കൊരു വെറൈറ്റി ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ റോസ്, നല്ല റോസിൻ്റെ മണം, നൈസ്. ഇതൊക്കെ എവിടെ കാണാൻ കിട്ടും അല്ലേ? ഇവിടെയും കാണാൻ കിട്ടില്ല. ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം വാങ്ങാം. ഇവിടെ പല പെണ്ണുങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും, പക്ഷെ അവരെല്ലാം ട്രാൻസ്ജെൻഡേഴ്സാണ്. നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല അവരെ. സ്ത്രീകളെക്കാട്ടിലും സൗന്ദര്യമാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് ചപ്പൽ ഷോപ്പ്. നമ്മളെ പോലെയുള്ള ടൂറിസ്റ്റ് ആണ് ഇവർ. യു ആർ ഫ്രം ചൈന? You are beautiful. ചൈനീസ്. ഇത് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ്, പൂജ ആവശ്യത്തിനുള്ള പൂക്കൾ. ഇവിടെ ഹിന്ദു ടെമ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊരു ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട് ഒരു ഏരിയയിൽ. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമുള്ള പൂജയുടെ കാര്യം. പിന്നെ ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ബുദ്ധിസത്തിലും ഹാരം, പിന്നെ എന്താ പറയുക, സാമ്പ്രാണി പോലെയുള്ള മണക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആവശ്യമാണ് ബുദ്ധനെ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങളുള്ള കട, പൂജ ഷോപ്പ്.
ഒരു തായ് സ്വീറ്റ് ഡിഷാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോർച്യൂൺ കുക്കിയെ പോലെ ഇരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നു അത്ര ഹാർഡല്ല. കസ്റ്റേർഡ് ഫ്ലേവർ ഫില്ലിംഗ് ആണ്. പാൻറ്റൻ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രമ്പയില, അതിൻ്റെ ഫ്ലേവറുള്ള ഫില്ലിംഗ് ആണ്. പാൻറ്റൻ ലീഫ് കസ്റ്റേർഡ് ഫില്ലിംഗ്, മറ്റേ വാനില. അത് 2 തരം ഫില്ലിംഗ് ആയി. Vanilla and 1 Pantin. Okay, just to taste it. Tulai cup. How much? Tulai? Tulai cup. What is that? How much? How much? Tulai? Tulai cup. Tulai cup. Okay. Tulai cup എന്ന് വെച്ചാൽ എത്ര? ഓക്കെ, പഠിച്ചു വരുന്നേ ഉള്ളൂ. Tulai cup 30. 30 บาท 30? Something. Yeah. ഇത്രയും കിട്ടും 30-ന്. ഇതിൽ വാനില ഫ്ലേവേർഡ് ഉണ്ട്. യെസ്, താങ്ക് യു. വാനില ഫ്ലേവർ മെൽറ്റിംഗ് ഇൻ ദ മൗത്ത്. ആഹാ, നല്ല ചൂടായിട്ട് വായിൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ്. തായ് കുക്കീസ് എക്സലൻറ്റ്. അപ്പം ഞാൻ വാനില നോക്കി, ഇനി ഒരു പാൻറ്റൻ ഫ്ലേവർ നോക്കുകയാണ്. ചെമ്പയിലയുടെ ടേസ്റ്റും പക്ഷെ കൊള്ളാം കേട്ടോ. നല്ല സ്വാദിഷ്ടമായ കുക്കീസാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, തായ് കുക്കീസ്. എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഇനിയും ഫ്രൂട്ട്സിൻ്റെ ഭാഗത്തേക്ക് പോവാണ്, ഫ്രൂട്ട് സ്റ്റാൾ. നോക്കിയപ്പോൾ എന്താ അറിയോ, കോണ്ടാക്ട് ലെൻസാണ്. ഡിഫറെൻറ്റ് കളേഴ്സ്, കളേർഡ് ലെൻസ്. എത്ര വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ടെന്ന് അറിയാം. വലിയ വിലയൊന്നുമില്ല, 189. നമുക്കിപ്പോൾ പച്ച കളറിലെ കണ്ണ് വേണമെങ്കിൽ അങ്ങനെ, ബ്ലൂ ആണെങ്കിൽ അങ്ങനെ, എല്ലാ കളേഴ്സും ഉണ്ട്. എന്തോരം കളക്ഷനാണ് ഇവിടെ. അതാണ് കളർ ലെൻസ്. കളർ ലെൻസ് എന്ന് പറയുമ്പോൾ അതേ ഇങ്ങനെയാണ്, അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതേ ഏത് ലെൻസാണെങ്കിലും അതിനകത്തുണ്ട്. ഡ്യൂറിയൻ ഇവിടുത്തെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ടാണെന്ന് പറയാം. അതിന് ഇച്ചിരി വിലയുണ്ട്. ഇത് 290, 270, 230 സൈസ് അനുസരിച്ചിട്ട്. ആൾക്കാർ ഇങ്ങനെ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നൊരു സാധനമാണ് ഡ്യൂറിയൻ. എനിക്കിഷ്ടമല്ല. ദേ ഇത് കണ്ടോ, ഇത് അതിൻ്റെ തോടൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ഇത്രയ്ക്ക് 160, 180. ഇതെല്ലാം ബാട്ടാണ്. നമ്മുടെ കയ്യിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 350 രൂപയാകും. ഇതൊരു ഓൾമോസ്റ്റ് ഒരു 300 റുപ്പീസ് ആകും. പിന്നെ മാമ്പഴം പലതരം. ഇത് മറ്റൊരു ഫ്രൂട്ട് ഇവിടുത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ളത്. ഇതൊരു ഫ്രൂട്ട്, ഇത് നമ്മളുടെ ലവലോലിക്ക മാതിരി ഇരിക്കുന്നു. അല്ല, ഇത് കുട്ടി പ്ലംസ് ആണ്, ചെറിയ പ്ലംസ്. ഇത് റോസ് ആപ്പിൾ, മാംഗോസ്റ്റീൻ, എല്ലാം ഇവിടുത്തെ കോമൺ ഫ്രൂട്ട്സ് ആണ് ഇതെല്ലാം. പ്ലംസ്, ദിസ് ഇസ് പ്ലംസ്. ഹൗ മച്ച്? ഇവിടെ ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുന്നേ ഉള്ളൂ, പക്ഷെ അവർക്കതൊന്നും പകുതി മനസ്സിലാവാറില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ പൈസ 30, ഓക്കെ, $30. അതായത് നമ്മുടെ 60 രൂപ അടുപ്പിച്ചാകും. പൈസ എല്ലാം ചിലപ്പോൾ അവരിങ്ങനെ കാൽക്കുലേറ്ററിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കാണിച്ചു തരും ഫിഗേഴ്സ്. എക്സ്ക്യൂസ്. ഇവിടെ മുഴുവൻ ഫ്രൂട്ട്സിൻ്റെ ഒരു ഏരിയയാണ്, ഫ്രൂട്ട് ഷോപ്സാണ് കംപ്ലീറ്റ് ഈ സൈഡിൽ. പക്ഷേ നല്ല വിലക്കുറവുണ്ട്. നമ്മുടെ അവിടെ റംബുട്ടാനും പിന്നെ മാംഗോസ്റ്റീനും ഭയങ്കര വിലയല്ലേ. ഇവിടെ പക്ഷെ നോക്കൂ, ഇവിടുത്തെ ഒരു കോസ്റ്റ് വെച്ചാൽ കിലോയ്ക്ക് 40 ബാട്ടാണ് ഇവിടെ റംബുട്ടാന്. അതായത് നാട്ടിലേതാണ്ട് പിന്നെ ഇത് നാട്ടിലെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 80 റുപ്പീസ്. പക്ഷേ നാട്ടിൽ അതിലും വിലയാണ്.
പിന്നെ അതുപോലെ മാംഗോസ്റ്റീൻ ഇവിടെ 50 ബാട്ടാണ് 1 കിലോയ്ക്ക് വില. ദാറ്റ് ഈസ് നമ്മുടെ ഒരു 100 രൂപ. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഫ്രൂട്ട് ഷോപ്സാണ്. കണ്ടില്ലേ, നിറച്ചുണ്ട്. നല്ലൊരു സമൃദ്ധിയാണ് ഇവിടെ ഫ്രൂട്ട്സിൻ്റെ. അത് നല്ല ഫ്രഷ്, ഒട്ടും എന്താ പറയുക, നമുക്കൊന്നും പേടിക്കാതെ ധൈര്യമായിട്ട് വാങ്ങാം. ഫ്രൂട്ട്സിൻ്റെ ഒരു പറുദീസ തന്നെയാണ് ഇവിടെ. ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച്. ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഭയങ്കര കളർഫുള്ളായി മാറുന്നു. ഇതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. എന്താ പറയുക, ആക്സസറീസ്, തുണിക്കടകൾ, ചപ്പൽ ഷോപ്പ്, പിന്നെ ഫുഡ് സ്റ്റോൾസ്, പിന്നെ ഫ്രൂട്ട് ഷോപ്സ്. ഇത് കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് പലതരം ഫ്ലവേഴ്സ്, ഫ്രഷ് ഫ്ലവേഴ്സ്. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയല്ലേ. ഫ്ലവേഴ്സ് കാണുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ അതിങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ അതെ ഇവിടെ ഫുള്ള് ഒരു ഫുഡ് സ്റ്റോളാണ്. ഇവിടെ കുറേ റോ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ട്. ഫിഷ് ബോൾസ്, ലിവർ, പിന്നെന്താ മിൻസ്ഡ് മീറ്റ്, ചിക്കൻ പീസസ്, മുട്ട, സ്മോക്ഡ് എഗ്ഗ്, വേവിച്ച ചിക്കൻ, ബീഫ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം ഹാഫ് കുക്ക്ഡായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി. സ്റ്റിക്കി റൈസ് എല്ലാം വേവിച്ച് പിന്നെ സ്റ്റോക്ക് റെഡിയാണ്. അപ്പോൾ ഇതിന് ഓർഡർ അനുസരിച്ച് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ചൈനീസ് ഗസ്റ്റുകൾ വന്നിരിക്കുകയാണ്, ടൂറിസ്റ്റുകൾ. അവരെല്ലാം ഫുഡൊക്കെ ഓർഡർ ചെയ്ത് very good. അവരെല്ലാം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു എന്താ പറയുക, തായ് ഫ്ലേവർ ഗ്രൂപ്പായിട്ട് വരികയാണ്. ചൈനീസ് ട്രാവലേഴ്സ് ധാരാളം ഉണ്ട് ഇവിടെ ടൂറിസ്റ്റുകളായിട്ട്. അതിങ്ങനെ കണ്ടിന്യൂ ആണ്. ഈ ഭാഗത്തെല്ലാം ചൈനീസ് ഗസ്റ്റുകൾ ഇരിക്കുകയാണ്. ഈ സ്റ്റോൾസിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങി കഴിക്കുവാണ് ഇഷ്ടംപോലെ. ഇവിടെ വളരെ സജീവമാണ് ഈ ഫുഡ് സ്റ്റോൾസ് എല്ലാം തന്നെ. പേര് പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. എന്തായാലും നല്ലൊരു ഫ്രൈഡ് ആയിട്ടുള്ളൊരു ഇങ്ങനെ പൊങ്ങി വരുന്ന നല്ലതായിട്ട് പഫപ്പ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, ഒരു ഡോണറ്റ് പോലെ. ഇറ്റ്സ് എ ഫ്രൈഡ് ഡോണറ്റ്. ഓക്കെ, ഡോണറ്റ്. ഓക്കെ, ഫ്രൈഡ്. ഹൗ മച്ച്? 1 or 2 baht. 1-2 baht. 1-2 baht. ഓക്കെ, I'll buy. നമുക്ക് വാങ്ങിക്കാം. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഹോട്ടായിട്ട്. ഇവിടെയാണ് വിൽപ്പന. ഓക്കെ, how much? 10 baht. 10 baht ആണ്. 10 baht. 10? Vanilla. Huh? Milk vanilla. Vanilla and? Vanilla. Okay. 10 baht. 10 baht. ഇതതിൻ്റെ ഡിപ്പാണ്, വാനില ക്രീം. ഇതിപ്പോൾ നമ്മൾ ചൂടായിട്ടുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ ചൂടായിട്ടുണ്ടാക്കിയ കാര്യം വിത്ത് വാനില ഡിപ്പ് കഴിച്ച് നോക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റാണ്. ഒരു എക്ലെയർ മാതിരി, ബേക്ക്ഡ് എക്ലെയർസ് പോലെയാണ്. പക്ഷേ ഇത് ഫ്രൈഡാണ്. അകത്തെല്ലാം നല്ല നോക്കൂ, ഹോളോ ആണ്. നല്ല പഫപ്പ് ചെയ്തിട്ട്
ഭയങ്കര ബ്രെഡ് മാതിരി ഫ്രൈഡ് ഒരു ഡോണറ്റ്, ഫ്രൈഡ് ഡോണറ്റ് പോലെയാണ് വിത്ത് വാനില ക്രീം. അപ്പോൾ കംപ്ലീറ്റ് നോൺ വെജിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൾ പോലെ തന്നെയാണ് തായ് ഫുഡ്. വർക്ക് കാണുന്ന തന്നെ എന്ത് രസം അറിയണം. കുറേ വെജിറ്റബിൾ ലീവ്സ് ചോപ്പ് ചെയ്യുന്നു, കുറേ മീറ്റ് ചോപ്പ് ചെയ്യുന്നു, പിന്നെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇവിടെ കഞ്ഞി പോലൊരു കാര്യം ഉണ്ടാക്കി വെക്കുന്നുണ്ട്, ഒരു കഞ്ഞി മാതിരി. എല്ലാം പാർസലായിട്ട് പോകുന്നു, ഇരുന്ന് കഴിക്കുന്നുമുണ്ട്.